ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥ ഞാൻ 2-3 പ്രാവശ്യം കേട്ടപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു തീം എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിങ്ങനെയാണ്. പണ്ടൊക്കെ ഈ ശവമഞ്ചനം ചുമന്നുകൊണ്ട് പോകുന്നതിന് ഏർപ്പാടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പം റാം റാം സത്യഹേ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് 4 സൈഡിൽ നിന്ന് ശവമഞ്ചനം പൊക്കിയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. മരിച്ച ആളിനെ എൻ്റെ മണ്ടയ്ക്ക് കിടത്തി പൊക്കി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ആ റാം റാം സത്യഹേ എന്ന് പറയുന്നത് കേട്ടിട്ട് മഹാവിഷ്ണു, വൈകുണ്ഠത്തിരിക്കുന്ന മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുടെ അടുത്ത് പറയും, കേട്ടില്ലേ ദേവി, എല്ലായിടത്തും എൻ്റെ മന്ത്രോച്ചാരണങ്ങളാണ്, അവർക്ക് അത്ര പ്രിയപ്പെട്ടതാണ് എന്നെ എന്ന് പറയും. അപ്പം ലക്ഷ്മി ദേവി പറയും, ആഹാ എന്നാൽ ഞാൻ കാണിച്ചത് എന്നെയാണ് അതിനെക്കാട്ടി കൂടുതൽ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി കുറേ കയ്യിലിരിക്കുന്ന കുറേ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അവരുടെ ഫ്രണ്ടിലോട്ട് ഇട്ടു. ഈ ശവം ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഇട്ടു. അപ്പം അവരെല്ലാവരും ആ ശവമഞ്ചൽ എളുപ്പം താഴെ വെച്ചിട്ട് ആ സ്വർണ്ണ നാണയം തേടി അതെല്ലാം പറക്കാനായിട്ട് പോകും. അപ്പം ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയും, കണ്ടില്ലേ ദേവ, എന്നെയാണ് കൂടുതൽ ഇഷ്ടം, അവരെന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയും. അപ്പം അന്നേരം മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുടെ അടുത്ത് ചോദിക്കും, ആ ശവം എന്നിട്ട് എണ്ണിച്ച് പോയോ അത് എടുക്കാൻ, ആ നാണയങ്ങൾ എടുക്കാമെന്ന് പറയും. എന്താ എടുക്കാതെ പോയി? എനിക്കറിയത്തില്ലെന്ന് ലക്ഷ്മി ദേവി പറയും. അപ്പം മഹാവിഷ്ണു പറയും, ഈ ജീവനുള്ള ആൾക്കാരിലെല്ലാം എൻ്റെ അംശമാണ് തുടിക്കുന്നത്. ആ അംശത്തിലൂടെയാണ്, ആ ജീവൻ വെച്ചോണ്ടാണ് നീ ഇട്ട് സ്വർണ്ണ നാണയം പോലും എടുക്കാൻ അവർ പോയത്. അതില്ലാത്ത ആളാണ് അവിടെ കിടക്കുന്നത്, അയാൾക്ക് എടുക്കാനും പറ്റുന്നത്. കാരണം എല്ലായിടത്തും എൻ്റെ തേജസ്സാണുള്ളത്, എൻ്റെ തേജസ് ഇല്ലാത്തടത്ത് ഒന്നുമില്ല എന്നാണ് മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ അടുത്ത് പറയുന്നത്.